മനുഷ്യന്മാരില്ലേ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ 10% പോലും പറയുന്നില്ല എന്നാണ്. ബാക്കിയൊക്കെ അവരുടെ കണ്ണിൽ നിന്ന് വായിക്കണം. അവരിങ്ങനെ തല കുമ്പിട്ട് നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, അവർ കരയുമ്പോൾ മനസ്സിലാക്കണം, അവർ ദേഷ്യം പിടിക്കുമ്പോൾ മനസ്സിലാക്കണം. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാൾ വല്ലാതെ ദേഷ്യം പിടിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. പതിവിലേറെ അയാൾ നമ്മളോട് ചൂടാവുക, ദേഷ്യമാവുക. അയാളോട് ചെന്നിട്ട് എന്താ ഇപ്പം ഇത്ര വലിയ ദേഷ്യം എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ ഇപ്പം ഇത്ര വലിയ സങ്കടം എന്നൊന്ന് ചോദിച്ചു നോക്കുന്നുണ്ടോ? പറയൊന്നുമില്ല, പക്ഷെ കുറച്ചു നേരം നമ്മുടെ കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കും. എല്ലാ ദേഷ്യവും ദേഷ്യമല്ല, ചിലതൊക്കെ സങ്കടത്തിന് പുറത്തു വരാനുള്ളൊരു വഴി മാത്രമാണ്. നിങ്ങൾ മലയൻ കുഞ്ഞ് എന്ന് പറഞ്ഞ സിനിമ കണ്ടോ? ഞാനൊരു സിനിമ കണ്ട ആദ്യമായിട്ടാണ് ഇങ്ങനെ കരഞ്ഞു പോയത്. ഭയങ്കരമായിട്ട് കരഞ്ഞുപോയി. അതിന് പല കാരണമുണ്ട്. ഒന്ന്, ആ സിനിമയുടെ അവസാനത്തിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചതാണ്. ആ കുട്ടി കുറച്ച് കറുത്തൊരു കുട്ടിയാണ്. അപ്പം എനിക്ക് ഞാനാണെന്ന് തോന്നി. അച്ഛനും അമ്മയും മരിച്ച കറുത്ത ഒരു കുട്ടി, അത് ഞാനാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ആ സിനിമ കണ്ട് ആദ്യമായാണ് ഒരു സിനിമ കണ്ട് ഇങ്ങനെ കരഞ്ഞത്. സിനിമ അഭിനയിക്കാന്നൊക്കെ നമുക്കറിയാം, എന്നിട്ട് നമ്മൾ കരഞ്ഞുപോയി, ഭയങ്കര ഇമോഷണലായി. അതിൽ ഫഹദ് ഫാസിൽ അഭിനയിച്ചൊരു നടൻ, ആ കഥാപാത്രം ഉണ്ടല്ലോ, അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. എല്ലാവരോടും ദേഷ്യം. അയാളുടെ വീടിനപ്പുറത്ത് ഒരു പുതിയ കുട്ടി ഉണ്ടായതാണ്, പൊന്നി എന്ന് പറഞ്ഞൊരു കുട്ടി. എല്ലാവരും പൊന്നി എന്ന് വിളിക്കുന്നത്. നല്ല കൗതുകമുള്ളൊരു കുഞ്ഞ്. നമ്മുടെ വീടിനടുത്തൊരു കുട്ടി വന്നാൽ നമുക്ക് സന്തോഷമല്ലേ? പക്ഷെ ഇവന് ദേഷ്യമാണ്. ആ കുട്ടി കരയുമ്പോഴൊക്കെ ഇവന് ടോർച്ചടിച്ചിട്ട് ശല്യപ്പെടുത്തുക, എല്ലാവരോടും ദേഷ്യം. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവുക ദേഷ്യമൊന്നുമല്ല, അവൻ്റെ സങ്കടങ്ങളാണ്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ആളുകളെ അവന് നഷ്ടപ്പെട്ടു. അതാണ് പ്രശ്നം. അവൻ്റെ ജീവനായ പെങ്ങള് അവനെ പറ്റിച്ചു പോയി. ആ പെങ്ങള് പോയതിൻ്റെ ആഘാതത്തിൽ അവൻ്റെ അച്ഛനെയും നഷ്ടപ്പെട്ടു. അപ്പോൾ അവനല്ലാതായി മാറി. അവനല്ലാതായി മാറി. അവൻ ദേഷ്യക്കാരനായി മാറി. എന്താ ഒരാളെ മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ കാണുന്നൊന്നല്ല മനുഷ്യൻ. നമ്മളൊരു പുസ്തകത്തിൻ്റെ ചെട്ട കണ്ടിട്ട് ആ പുസ്തകം വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. അത് വായിച്ച് തന്നെ നോക്കണം, അപ്പോഴേ ആ പുസ്തകം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇതേപോലെ മനുഷ്യന്മാരും തൻ്റെ മുന്നിൽ വരുന്ന മുഴുവൻ മനുഷ്യനെയും അങ്ങനെ ചേർത്ത് പിടിച്ച ഒരാളുടെ പേരായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, തളിയിലെ ക്ഷേത്രത്തിൻ്റെ ഗോപുര കവാടം ആരോ തീയിട്ട് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങോട്ട് ശിഹാബ് തങ്ങൾ വന്നിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞ. ഒന്ന് പറഞ്ഞു, ആ ഗോപുരവാതിൽ ഞങ്ങൾ നിർമ്മിക്കും. രണ്ടാമത് പറഞ്ഞു, ആ ഗോപുരവാതിലിന് ഞങ്ങൾ കാവലിരിക്കും. ചെറിയ വാക്കല്ലേ അത്. ഇങ്ങനെ വിഭ്രമിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ പെയ്ത ഒറ്റമഴയുടെ പേരായിരുന്നു ശിഹാബ് തങ്ങൾ. നമുക്ക് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് വേണം, നിങ്ങളുടെ ഇടയിൽ നിന്ന് വേണം. മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, കോർത്തിണക്കുന്ന മനുഷ്യന്മാരെ വേണം, മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന മനുഷ്യന്മാരല്ല. അതുകൊണ്ടാണ് ഈ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെ പിന്നെയും ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ താളം. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, ആവർത്തിച്ച് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മീനിങ്ങിലെത്തണം. ഈ ലോകത്തേക്ക് നിങ്ങൾ വന്നത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. റൂമിയുടെ ഒരു കഥയുണ്ട്. ഒരു രാജാവ് ആ രാജാവിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ വേറൊരു രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. ഓക്കെ, എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. അയാൾ അവിടെ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഏൽപ്പിച്ച കാര്യം മാത്രം ചെയ്തില്ല. അയാൾ പോയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്തേക്ക് വന്നത് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ് എന്ന് കണ്ടെത്തലാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി, കേട്ടോ. ആ കണ്ടെത്തിയതിനു ശേഷം അതിൻ്റെ പിന്നാലെ നടക്കലാണ് രണ്ടാമത്തെ ജോലി. വിധി എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. അങ്ങനെയൊന്നും ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. മടിയന്മാരായ മടിയന്മാർ മുഴുവനും
രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് മടി. എന്താണ്? വിധി. വിധിയൊന്നുമില്ലടാ. രണ്ട് കാര്യങ്ങളാ പഠിച്ചോൻ തരിക. ഒന്ന് അറിവ്, ഒന്ന് ഓപ്പർച്യൂണിറ്റി. എന്താണ് അറിവ്, പിന്നെയോ ഓപ്പർച്യൂണിറ്റി. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? എൻ്റെ വിധി ഞാൻ തീരുമാനിക്കും, നിങ്ങളുടെ വിധി നിങ്ങൾ തീരുമാനിക്കും. അല്ലാതെ മടിയന്മാർക്ക് പറയാനുള്ള, കുറ്റപ്പെടുത്താനുള്ളതിൻ്റെ പേരൊന്നുമല്ല അത്. രണ്ട് കാര്യങ്ങളെ പഠിച്ചോൻ നമുക്ക് തരുന്നുള്ളൂ, ഈശ്വരൻ തരുന്നുള്ളൂ. ഒന്ന് അറിവാണ്, ഒന്ന് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു സാധനമുണ്ട്. അതെന്താണ്? കഠിനമായ അധ്വാനമാണ്. ഇതില്ലാത്തവർക്ക് എവിടെ എത്താൻ കഴിയില്ലടാ. പ്രതിഭ ഉണ്ടായതുകൊണ്ട് മാത്രം കഴിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. കഠിനാധ്വാനം വേണം. കഴിവ് എന്ന് പറയുന്നത് പഠിച്ചോൻ തരും. ഓക്കെ, കഴിവ്. കഠിനാധ്വാനം നമ്മൾ ഉണ്ടാക്കണം. ഒന്ന് ആകാശത്തു നിന്ന്, ഒന്ന് ഭൂമിയിൽ നിന്നാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ കൂട്ടിമുട്ടുന്നിടത്ത് കണ്ടുമുട്ടുന്നതിൻ്റെ പേരാണ് സക്സസ്, വിജയം. കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല, കഠിനാധ്വാനം വേണം കേട്ടോ. അപ്പോഴേ നമ്മൾ നമ്മുടെ മീനിങ്ങിലേക്ക് എത്തുള്ളൂ. ഇവിടെ ധാരാളം പെൺകുട്ടികളെ കാണുന്നുണ്ട്. പറയാ കേൾക്കണില്ലേ? ഇങ്ങനെ തുറന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ ആവശ്യത്തിലേറെ സൗണ്ട് ഇടുന്നുണ്ട് തോന്നുന്നു അല്ലേ? ഇത്രയൊന്നും സൗണ്ടിൽ പറയേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കേൾക്കണില്ല എന്ന് തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടോ. അവസാനം ഒരു കാര്യം പറയാം. എന്താണെന്നറിയാം? ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് പ്രത്യേകിച്ചും പറയാം. കാരണം നിങ്ങളാണ് നിങ്ങളുടെ മീനിങ്ങിൽ നിന്ന് എപ്പോഴും വഴിയിലായി പോവുക. നിങ്ങളുടെ മീനിങ്ങിലേക്ക് എത്താൻ കഴിയാതെ വഴിയിലായി പോകാറുള്ളത് പലപ്പോഴും നിങ്ങളാണ്. അതുകൊണ്ട് പറയാം, ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ആരുണ്ടാവും? സ്ത്രീ ഉണ്ടാവും അല്ലേ? ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിലൊരു സ്ത്രീ ഉണ്ടാവും. പരാജയത്തിൻ്റെ പിന്നിൽ ഒന്നിലേറെ സ്ത്രീകളുണ്ടാവും. വിജയത്തിൻ്റെ പിന്നിൽ എന്തായാലും ഒരു സ്ത്രീ ഉണ്ടാവും. പക്ഷേ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിൻ്റെ പിന്നിൽ അവൾ തന്നെ ആയിരിക്കും കേട്ടോ. അവളുടെ ഉറച്ച നിലപാടുകളായിരിക്കും, അവളുടെ ആർജവമുള്ള കാൽവെപ്പുകളായിരിക്കും, പിന്തിരിയാത്ത അവളുടെ ഊർജമായിരിക്കും, വേറൊരു കുഴിയിലും വീണു പോകാത്ത അവളുടെ നിശ്ചയദാർഢ്യമായിരിക്കും. താങ്ക് യു. താങ്ക് യു ഗഫൂർ സാഹിബ്. ഈ ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി പറയാൻ നമ്മുടെ പ്രിയങ്കരനായ വൈസ് പ്രിൻസിപ്പൽ ഫസൽ സാറിനെ ക്ഷണിച്ചുകൊള്ളു.